വായ്പ എഴുതി തള്ളാത്തതിൽ പ്രതിഷേധിച്ച് വയനാട് കലക്ടറേറ്റിലേക്ക് മുണ്ടക്കൈ ചൂരൽമല നിവാസികളുടെ മാർച്ച്. ലോണാണ് ഞങ്ങൾ ഇന്ന് ലോണിന് വേണ്ടി മാത്രം തെരഞ്ഞെടുത്തൊരു ദിവസമാണ്. കാരണം എന്താ വെച്ചാല് ഞങ്ങൾ ഇത്രയും നാള് ഞങ്ങൾ സർക്കാരിനെ ഞങ്ങൾ വിശ്വസിച്ചു. പക്ഷെ സർക്കാർ ഇങ്ങനെ അവിടെ ഉള്ള നാട്ടുകാരെ ചതിക്കുന്നു ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം ഈ സർക്കാരാണ് പറഞ്ഞത് ഞങ്ങളുടെ ലോണുകൾ മൊത്തം ഏറ്റെടുക്കും, ചൂരൽമല പ്രദേശത്തെ മുഴുവൻ ആളുകളെ ഏറ്റെടുക്കുന്ന ഈ സർക്കാരാണ് പറഞ്ഞത് 3 വാർഡിന്. പക്ഷെ ഈ സർക്കാർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തറിയോ, എണ്ണസംഖ്യയാക്കി ഈ ആളുകളിൽ 410 ആളുകളാക്കിയിട്ട് ഇവർ ചുരുക്കിയിട്ട് അവർക്ക് മാത്രം ഒരു മാനദണ്ഡം വെച്ചിട്ടാണ് സർക്കാർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം ഈ ദുരന്തം ഞങ്ങൾ ആ പ്രദേശത്തുള്ളവരും കൂടി ബാധിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് തൊഴിലില്ല. അന്നു മുതൽ ഞങ്ങൾ തൊഴിലില്ലാതിരിക്കുക. ഇവിടെ വന്ന മൈക്രോ പ്ലാൻ വരെ ഈ ജില്ലാ ഭരണകൂടം അട്ടിമറിച്ചു. ആ ഒരു മൈക്രോ പ്ലാൻ വരെ ഞങ്ങളുടെ സാധാരണക്കാരായ ഇടയിൽ ഒരു ഉപജീവനത്തിലേക്ക് എത്തിയിട്ടില്ല. ഞങ്ങൾക്ക് തൊഴിലില്ല. ഞങ്ങളെ കുറിച്ചിട്ട് എന്തവരൊന്നും ചിന്തിക്കാത്തത്? മനസാക്ഷി അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് എന്തും ചെയ്തു കൊടുക്കേണ്ടതെന്നായിരുന്നു മുൻപ് സർക്കാർ പറഞ്ഞിരുന്നു. പക്ഷേ ആ രീതിയിലാണോ കാര്യങ്ങൾ? അല്ല, ആ കാര്യമല്ല. സർക്കാർ ഈ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല. സർക്കാർ ഈ 410 പേരെ മാത്രമേ എടുക്കുന്നുള്ളൂ. അവരെടുത്തോട്ട് എടുക്കണ്ടെന്ന് നമ്മൾ പറയുന്നില്ല. പൂർണ്ണമായിട്ടും വാഷ് ഔട്ട് ആയതാ. ഇതിൽ നേരിട്ട് വാഷ് ഔട്ട് ആവാതെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കുറച്ച് പ്രദേശവാസികളുണ്ട് അവിടെ. 300 കുടുംബം ഇപ്പോൾ നിലവിൽ അവിടെ ഉള്ളൂ. 1000 ചില്ലറ കുട്ടികളടക്കം 1000 ചില്ലറ ആളുകളെ അവിടെ ഉള്ളൂ. പല കാര്യങ്ങൾ നമുക്ക് പറയാനുള്ള ഞങ്ങൾ മുണ്ടക്കൈയിലുള്ള ആളുകളാണ്. ഞങ്ങൾ അവിടെ പെറ്റു വളർന്ന ആളുകളാണ്. ഞങ്ങൾ അതേ മാനദണ്ഡ പ്രകാരം ഉള്ള ആളുകൾക്കാണ് ഈ വീട് കൊടുത്തത്, ഈ ലീസ്റ്റ് പ്രകാരം വീട് കൊടുത്തത്. ഇതുവരെ ഞാൻ ഇതൊക്കെ ഒരു 5 സെന്റ് ഭൂമി മാത്രമുള്ള ആളുകളാണ്. ഈ ആളുകൾ 5 സെന്റ് ഭൂമി മാത്രമുള്ള ആളുകളാണ്. അവർക്ക് ഭൂമി കൊടുത്തു. എനിക്ക് ആ 7 സെന്റ് സ്ഥലം പുഞ്ചിരിമട്ടത്ത് പൂർണ്ണമായി വിളിച്ചു പോയാൽ എൻ്റെ കുടുംബത്തിൽ ആ 7 പേര് നഷ്ടപ്പെട്ടതാണ്. പക്ഷെ അതൊന്നും വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല. അത് ഞാൻ കൊടുക്കാനുള്ള സ്ഥലമല്ല. പറഞ്ഞു മനസ്സിലാണ്ടോ? അതേമാതിരി തന്നെ ഞങ്ങൾ ഈ സർക്കാരിനെ ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നില്ല. അവിടെയുള്ള കുറച്ച് ആളുകൾ ഒരു തിരക്കഥ ഉണ്ടാക്കിയിട്ടാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. ആ തിരക്കഥ മാറ്റി എഴുതിക്കൊണ്ട് ഞങ്ങളെ ഈ ബാക്കിയുള്ള ആളുകളെയും കൂടി പുനരധിവസിക്കുകയാണ്. അത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ ഇടപെടലുണ്ട്. അവിടെയുള്ള രാഷ്ട്രീയ ഇടപെടൽ നമുക്ക് നേരായ ഒരു പ്രതിപക്ഷം ഇല്ലാത്തതാണ് വലിയൊരു പാൾട്ട് നമുക്ക് വന്നില്ലേ. പ്രതിപക്ഷമാണ് പറയേണ്ടത്. പ്രതിപക്ഷമാണ് ഇതിന് നിയമസഭയിൽ തീർപ്പാക്കേണ്ടത്. അങ്ങനെയുണ്ട്. ഇവിടെ മകൻ നഷ്ടപ്പെട്ടതാണോ ഈ ഉരുൾപൊട്ടല്? വാപ്പ, ഉമ്മ, ആങ്ങള, അനിയത്തി, മക്കള് എല്ലാവരും 11 പേര് മരിച്ചതാ. കുടുംബത്തിൽ ആരുണ്ട് ഇപ്പൊ? ബാക്കി ഞാനും എൻ്റെ ഹസ്ബൻഡും 3 മക്കളും ഉണ്ട്. പിന്നെ പട്ടികയിലുണ്ടായിരുന്നു? ഫസ്റ്റ് ലിസ്റ്റിലുണ്ടായിരുന്നു. പിന്നെ ഇത് പറഞ്ഞ് കല്ലിൻ്റെ അപ്പുറം പുറത്താണ് അകത്താണെന്നും പറഞ്ഞിട്ട് ഞങ്ങളെ പുറത്താക്കിയ. പക്ഷെ 1 മീറ്റർ കുറവേ ഉള്ളൂ. അതിനാണ് നമ്മൾ ഒഴിവാക്കിയത്. ആണെങ്കിൽ പിന്നെ ശിവാനന്ദൻ എന്ന് പറയും, ഞങ്ങൾ കുറച്ചപ്പുറം 50 കിലോമീറ്റർ ദൂരമാണുള്ളത്. 50 മീറ്റർ. ആ 50 മീറ്ററിന് അയാൾക്ക് വീട് കൊടുത്തിക്കണം. പക്ഷെ അവർക്ക് വീടുണ്ട്, നമുക്ക് സ്വന്തം വീടില്ല. അതുകൊണ്ടായിരിക്കും